ഇന്ന് രാവിലെ തന്നെ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പുതിയ കിച്ചണിലേക്ക് വേണ്ട സാധനം ഓരോന്നായിട്ട് ഞാനിങ്ങനെ ഓൺലൈൻ വഴി മേടിക്കണം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മീഷോ ആണല്ലോ. നമ്മുടെ കിച്ചണിൽ അധികം സ്പേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഒരു ട്രാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്പൈസസ് ഒക്കെ ബോട്ടിലാക്കിയിട്ട് വെക്കാൻ പറ്റും. പക്ഷേ എൻ്റെ ബോട്ടിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതുവരെ വന്നിട്ടില്ല. ഫസ്റ്റ് ഇത് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് പിന്നെ ഉച്ചത്തേക്കുള്ള ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ, കൊറിയറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കിനും നമ്മുടെ മെയിൻ കാര്യം പറയാൻ മറന്നുപോയി. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ കപ്പ ഉഴയ്ക്കാൻ വേണ്ടിയുള്ളതെല്ലാം ഞാൻ അടുപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നല്ല വിശപ്പ് വന്നപ്പോഴത്തേക്കും കുറച്ച് ഓട്സ് കാച്ചി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ വന്നത് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാൻ വരുന്നുണ്ട്. മുമ്പൊക്കെ ഞാൻ എഴുന്നേറ്റ ഉടനെ തന്നെ ബെഡ് ക്ലീൻ ചെയ്തിടുമായിരുന്നു. ഇപ്പം പിന്നെ അൽഹു ഉള്ളത് കൊണ്ട് തന്നെ അവൻ എഴുന്നേൽക്കാതെ ബെഡ് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ബെഡൊക്കെ ക്ലീൻ ചെയ്ത് നേരെ വന്നത് കിച്ചണിലോട്ടാണ്. കുറച്ച് ഇറച്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മുമ്പേ പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോയപ്പോൾ ഞാൻ കുറച്ച് കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുഴയ്ക്കാമെന്ന് വിചാരിച്ചു. അതിന് കോമ്പിനേഷനായിട്ട് ചിക്കൻ കറിയാണെങ്കിൽ അടിപൊളിയല്ലേ. ഇന്നത്തേത് ഒരു സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ തന്നെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാനുകൊണ്ട് പിന്നെയും വിശപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പുഴുങ്ങിയ കപ്പയ്ക്കകത്തുനിന്ന് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു കപ്പയാണെങ്കിൽ മുളക് ഞെരടിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കപ്പയ്ക്ക് വേണ്ടിയുള്ള തേങ്ങ അടച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ വെള്ളം കൊടുക്കാൻ വേണ്ടി നോക്കുവാണ്. പക്ഷെ അവനങ്ങനെ വെള്ളമൊന്നും കുടിക്കത്തില്ല. ലാസ്റ്റ് അത് മൊത്തം കമത്തും. അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുടിച്ച്. മീൻ വെട്ടുമ്പോൾ പൂച്ച വന്നിരിക്കുന്ന പോലെ എവിടെ നിന്നാലും തേങ്ങ തിരുങ്ങണം അൽഹു അതിൻ്റെ ഫ്രണ്ടിൽ കാണുവേ. അങ്ങനെ പിന്നെ കപ്പയ്ക്കുള്ള തേങ്ങ ഒക്കെ ഉമ്മ അരച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് നല്ലപോലെ കപ്പ ഉഴച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഓർത്തില്ല അതിനകത്ത് വെള്ളം ഊറ്റിക്കളയണമെന്നുള്ള കാര്യം. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി പോയി. പിന്നെ ഞാൻ അടുപ്പിൽ വെച്ച് തന്നെ പറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അൽഹു ഇവിടെ നല്ല പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കപ്പയ്ക്ക് വേണ്ടിയുള്ള കടുക് താളിക്കാൻ വേണ്ടി നല്ല ചൂടെണ്ണയ്ക്കകത്തോട്ട് കടുകും വേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. ഇത് അങ്ങനെ നിർബന്ധമില്ല, പക്ഷേ ഇടുവാണെങ്കിൽ ഒരു ടേസ്റ്റ്. അങ്ങനെ അതും കൂടെ വെച്ചൊന്ന് കപ്പ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പിലിടുന്നുണ്ട്. പിന്നെ ബാക്കി വന്ന പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നുണ്ട്. ഞാൻ അപ്പം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വരുന്ന പാത്രങ്ങൾ അന്നേരം കഴുകി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലി തീരും. കിച്ചൺ എപ്പോഴും വൃത്തിയായിട്ട് കിടക്കും. കപ്പ ഉഴച്ചപ്പോൾ വന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് പിന്നെ നമ്മൾ ചോറിനുള്ള അരിയും കൂടെ കഴുകിയിടുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാവേ. ചിക്കൻ കറി ഞാൻ കുക്കറിനകത്താണ് വെക്കുന്നത്. സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി നമ്മൾ കഴുകി വെച്ച ചിക്കൻ എല്ലാം കൂടെ കുക്കറിനകത്താക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അത് നമുക്ക് ചിക്കനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള ഞാൻ കിഴങ്ങിടുന്നുണ്ട്. കിഴങ്ങും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാൻ. ഞാൻ ഇതിൽ തക്കാളി ചേർക്കുന്നില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഞാൻ ഈ കവറിനകത്ത് തന്നെ ഇരിക്കുക. നമ്മുടെ ടിന്ന് വന്നിട്ടില്ലല്ലോ. പിന്നെ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അത് പിന്നെ നിങ്ങളുടെ ചിക്കൻ മേടിക്കുന്നതിൻ്റെ അളവനുസരിച്ച് നിങ്ങളങ്ങ് ചേർത്താൽ മതി. അതിനകത്തോട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്. ഇതിവിടെ തന്നെ വീട്ടിൽ തന്നെ ഉമ്മി പൊടിച്ചതാണ്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ നല്ലപോലെ തിരുമണം. ഈ മിക്സിങ്ങിലാണ് ഇതിൻ്റെ എല്ലാം ഇരിക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം, ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ചിക്കനകത്ത് മസാല എല്ലാം പിടിക്കണം. അങ്ങനെ നമ്മുടെ എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട. ചിക്കനകത്തു നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് വേറെ വെള്ളമൊന്നും എക്സ്ട്രാ ഒഴിക്കേണ്ട. എന്നിട്ട് പിന്നെ കുക്കർ മൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് 3 വിസിൽ വരെ വെയിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയാകും. അപ്പോൾ ഇതിലും സിമ്പിളായിട്ട് ചിക്കൻ കറി വെക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്തേക്കോ. കുറേ നേരം എടുത്ത് വെക്കുന്ന ചിക്കൻ കറീനെക്കാട്ടി ടേസ്റ്റ് എനിക്ക് ഇത് തോന്നിയിട്ടുണ്ട് ഞാനുണ്ടാക്കുന്ന ഒരിത് വെച്ച്. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മുടെ അടുക്കളയുടെ ഒക്കെ അവസ്ഥ ഇതാണ്. പച്ചക്കറി എല്ലാം വാരി ഇത് അൽഹു ഇവിടെയൊക്കെ ആക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബെഡ്റൂമിൻ്റെ കാര്യം പറയണ്ട. അവിടെ മൊത്തം ടോയ്സാണ് അൽഹുവിൻ്റെ. പിന്നെ അത് മൊത്തം ക്ലീൻ ചെയ്യലൊക്കെയാണ് പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് അവൻ ഓരോന്ന് അടിയുന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ വലിച്ചുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഇത് മൊത്തം ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ഇത് മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എനിക്കൊരു സമാധാനം കാണത്തുള്ളൂ. അല്ലെങ്കിൽ മനസ്സിന് എന്തോ ഒരു അസ്വസ്ഥതയാണ്. അതുകൊണ്ട് പിന്നെ ഫസ്റ്റ് തന്നെ പാത്രങ്ങളെല്ലാം ബാക്കി വന്നത് കഴുകി വെച്ചിട്ട് കൗണ്ടർ ടോപ്പ് എല്ലാം വൃത്തിയാക്കി ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അവൻ വലിച്ചിട്ടത് അതും കൂടെ ഒന്ന് പറക്കി വെച്ചിട്ട് പെരയ്ക്കാവൊക്കെ തൂത്തിറക്കുന്നുണ്ട്. കിച്ചണിൻ്റെ പരിപാടി
പിന്നെ കുറച്ച് സ്ഥലം ഉള്ളത് കൊണ്ട് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തൂക്കലും വാരലും ഒക്കെ കഴിയും. പിന്നെ നമ്മുടെ കുക്കർ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് പോയി അത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്, ഇനി തുടയ്ക്കണം. അതിന് മുമ്പേ നമുക്ക് ചോറ് ഇവിടെ തിളച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് റൈസ് കുക്കറിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ റൈസ് കുക്കർ മേടിച്ചത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു തിള വന്നപ്പോഴത്തേക്കും നമ്മളത് റൈസ് കുക്കറിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് വന്നപ്പോൾ തന്നെ ചോറ് കുറച്ച് തിളച്ച് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഗ്യാസിൻ്റെ അടിയും അതൊക്കെ ഒന്നും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇത്രയും നേരം അവിടെ നിന്നിട്ടും ചോറ് തിളച്ചില്ല. നമ്മളൊന്ന് ജസ്റ്റ് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും എല്ലാം തിളച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെ ആണല്ലോ. അങ്ങനെ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നേരെ റൂമിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് അവൻ്റെ ടോയ്സൊക്കെ ആദ്യം തന്നെ ഒന്ന് പറക്കി വെക്കുന്നുണ്ട്. അവൻ്റെ ടോയ്സിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കാണാതെ പോയ എല്ലാ സാധനങ്ങളും കാണും. ആവി പിടിക്കുന്ന മാസ്ക് വരെ ഉണ്ട്. അങ്ങനെ പിന്നെ അവിടെയും തൂത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ വന്നിട്ട് അൽഹൂന് വേണ്ടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എന്നൊന്നും പറയത്തില്ല, രാവിലെ അവനിക്ക് ഫുഡ് ഞാൻ കൊടുത്ത് പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും കുറുക്കും കൂടെ കൊടുക്കും. പിന്നെ നമ്മുടെ ചിക്കൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സംഭവം അടിപൊളിയായിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അങ്ങനെ പിന്നെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അൽഹൂനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എരിവുള്ള കറിയൊക്കെ അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ അവൻ മുൻപത്തിൽ കാണും. അവനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവനിങ്ങനെ ചോദിച്ച് നിൽക്കും. പിന്നെ ഞാനൊരു സ്പൂൺ ഇങ്ങനെ എരിവൊക്കെ ഉള്ളതാണെങ്കിൽ സ്പൂണൊക്കെ കറിക്കകത്തിട്ടിട്ട് കൊടുക്കും, അത് നോക്കിക്കൊണ്ടങ്ങ് നടന്നോളും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവനിക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അരി ഇവിടെ വെന്തിട്ടുണ്ട്. ആ സമയം ഞാൻ വടിച്ചിട്ടിട്ട് പിന്നെ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് വിശപ്പ് പെട്ടെന്ന് വരും. നമുക്കിഷ്ടപ്പെട്ട ഫുഡ് ഉള്ള ദിവസങ്ങൾ എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് വിശപ്പ് വരും. എനിക്ക് മാത്രമാണ് അങ്ങനെ, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പിന്നെ വന്ന് നമ്മൾ ചിക്കൻ കറിയും കപ്പയൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും നോക്കി വെളിയിൽ ഒരാളും കൂടി ഇരിപ്പുണ്ടായിരുന്നു. ഇച്ചിരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അൽഹു ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് എഡിറ്റിങ് കഴിഞ്ഞിട്ട് ഞാനും കിടന്നുറങ്ങും. അപ്പോൾ ശരി, പിന്നെ കാണാം, ബൈ.